ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ഈ ഒരു ഫോട്ടോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കാണുക. അതിനുവേണ്ടി ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോവാം. ഞാനിവിടെ ഫയലിൽ പോയി ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ Ctrl+J അമർത്തിക്കൊണ്ട് ആ ലെയറിൻ്റെ ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ആദ്യമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ആവശ്യമായ അളവിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഫയലിൽ പോയിട്ട് ഇവിടെ ഞാൻ കുറച്ച് PNG റെയിൻബോ ഫയൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നു. ഇത് PNG ഫയൽസാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി കട്ടഡ് ആണ്. ഇവിടെ ഞാൻ ആദ്യത്തെ ടൂളായ മൂവ് ടൂൾ ഉപയോഗിച്ച് ഈ റെയിൻബോയെ മൂവ് ചെയ്ത് ഈ ഇമേജിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം കീബോർഡിൽ Ctrl+T അമർത്തി കൊടുത്തതിന് ശേഷം ആവശ്യമായ അളവിലേക്കും അതേപോലെ തന്നെ ആവശ്യമായ രീതിയിലുള്ള റൊട്ടേഷനായിട്ടും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ ഈ റെയിൻബോ ഫയൽ എങ്ങനെ മാച്ച് ആകുന്നു അതേ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലെയറിൻ്റെ ഒപ്പാസിറ്റിയും ഫില്ലും നമ്മൾക്ക് ഈ റെയിൻബോ PNG ഇമേജ് നമ്മളുടെ ഫോട്ടോയിലേക്ക് സെറ്റാകുന്ന രീതിയിൽ ഈ ഒപ്പാസിറ്റിയും ഫില്ലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും കുറച്ച് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റൊട്ടേഷനും. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ ബ്ലർ സെലക്ട് ചെയ്യുക. ബ്ലറിൽ ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ മൊത്തത്തിൽ ബ്ലറായി പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ലെയർ മാറിപ്പോയി. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റെയിൻബോയുടെ ലെയർ ആയിരിക്കണം സെലക്ട് ചെയ്തിരിക്കേണ്ടത്. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ ബ്ലർ ഗോഷ്യൻ ബ്ലർ. ഇതിൽ ബ്ലറിൻ്റെ എമൗണ്ട് ഈ റെയിൻബോ നമ്മുടെ ഇമേജിലേക്ക് കറക്റ്റായിട്ട് മാച്ചാകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം Ctrl+T അമർത്തിക്കൊണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റെയിൻബോയുടെ എഫക്റ്റ് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിനിയും കുറച്ച് ഒപ്പാസിറ്റിയും ഫില്ലും കൂടി ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ പോവുക. ഫയലിൽ സേവ് ഓർ സേവ് ആസ് കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു ഫയൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഫയൽ ഫോർമാറ്റ് JPG സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോഴെല്ലാവരും ഫോട്ടോഷോപ്പ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യുക.